നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ശ്രീദേവിയെ കൊണ്ട് നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുകയാണ് മീനു. ശ്രീദേവിക്ക് വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ മീനാക്ഷി വിടാൻ കൂട്ടാക്കില്ല. മീനാക്ഷി പറഞ്ഞു, അതെ കഴിച്ചില്ലെങ്കിൽ ആനന്ദേട്ടൻ വരുമ്പോ എന്നെയും കൂടെ ചീത്ത പറയും. അതെ മീന് കൊടുത്തില്ല അതുകൊണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, അമ്മ വന്നിട്ടുണ്ടായി, അമ്മ പറയും നീ എടുത്തു കൊടുക്കാത്തോണ്ടാന്ന്. വെറുതെ എന്തിനാ ശ്രീദേവി എന്നെ ചീത്ത കളിപ്പിക്കുന്നേ? ശ്രീദേവി പറഞ്ഞു, എനിക്ക് വിശപ്പില്ലാത്തണ്ട, വിശപ്പൊക്കെ ഉണ്ടായിക്കോളും, കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ മീനാക്ഷി അടുത്ത് തന്നെ ഇരുന്നു ശ്രീദേവിയെ കൊണ്ട് കഴിപ്പിക്കുവാണ്. ശ്രീദേവി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, ഈ സമയത്ത് നന്നായിട്ട് ആഹാരം കഴിക്കണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കണം. വയറ്റിൽ കിടന്ന കുഞ്ഞിന് നല്ല ആരോഗ്യം വളർച്ചയൊക്കെ ഉണ്ടാവണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, ആരോഗ്യവും വളർച്ചയൊക്കെ ഉണ്ട്, എനിക്കറിയാന്ന് പറഞ്ഞു. പിന്നെ ശ്രീദേവി ചേച്ചി അല്ലെങ്കിൽ ഈയിടെയായിട്ട് ആഹാരം കഴിപ്പൊക്കെ ഇച്ചിരി കുറച്ച് കുറവാന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീദേവിയുടെ കൈ എഴുതിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് മീനു അടുത്തേക്കുന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് ആള്, അനക്കൊക്കെ വെച്ച് തുടങ്ങിയോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ എന്നോട് പറയാൻ ഭയങ്കര മടിയായിരിക്കുമല്ലേന്ന് ചോദിച്ചു. മടിയോ? എനിക്കോ? എനിക്ക് മടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെന്താ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞോണ്ട് ശ്രീദേവിയുടെ വയറിന്റെ അടുത്തേക്ക് മീനു ചെല്ലിടാം. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, എനിക്ക് കിക്കിളി ആകുന്നുണ്ട് മീനു, അവിടെ അടങ്ങി നിൽക്കി ശ്രീദേവി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വയറിലേക്ക് മീനു തല വെച്ചിട്ട് പറഞ്ഞു, എടാ കുട്ടാ, എത്രയും പെട്ടെന്ന് നീ വരണോട്ടോ, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എത്ര പേരാന്നറിയോ കാത്തിരിക്കുന്നേ, നിന്റെ വരവിനായിട്ട് ഞങ്ങളെല്ലാരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുക. അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, അതെ ഇപ്പൊ അവനെല്ലാം മനസ്സിലായി കാണും, കാരണം അവനോട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരിലെ വീട്ടിലുള്ള എല്ലാരും ഓരോരുത്തരായിട്ട് എപ്പോഴും അവനോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമല്ലോ. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അതെ അവ പുറത്ത് വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളെയൊക്കെ തിരിച്ചറിയും, ഞങ്ങളുടെ ശബ്ദമൊക്കെ അവൻ അറിയുമെന്ന് പറഞ്ഞു. പിന്നീട് വയറിന്മേലെ കൈവച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ കാത്തിരിക്കുക എന്നുള്ള ഓർമ്മ വേണം, പിന്നെ അമ്മയെ അധികം ബുദ്ധിമുട്ടിപ്പിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്രീദേവിക്ക് അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ചിരി വന്നു. പിന്നീട് ശ്രീദേവി പറഞ്ഞു, ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നാ മതിയോ? പിന്നെയോ? അല്ല മീനുവിനും വേണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അതിനൊക്കെ അതിൻ്റെതായ സമയവും സന്ദർഭമൊക്കെ ഉണ്ടല്ലോ. ശ്രീദേവി നമ്മുടെ സമയം ആയില്ല എന്ന് പറഞ്ഞു. പിന്നെ സമയം ആയില്ല എന്നും പറഞ്ഞു ഇങ്ങനെ മാറി നിന്നിട്ടൊന്നും കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാരും ഇനി കാത്തിരിക്കുന്ന മീനുവിനും മിത്രയ്ക്കും വിശേഷം ഉണ്ടാകാൻ വേണ്ടിട്ടാ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, മിത്രയ്ക്ക് എന്താളും പെട്ടെന്ന് വിശേഷം ഉണ്ടാവും തോന്നില്ല, അവള് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമല്ലേ, അവൾക്കൊരു ജോലി, അതാണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം, അതിനുശേഷം മാത്രം എന്തേലും കാണുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ മീനുവിന്റെ കാര്യം അങ്ങനെയല്ലാന്ന് പറഞ്ഞു, ജോലി ഉണ്ടല്ലോ, ഇനിയിപ്പോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഇപ്പോഴാണെങ്കിൽ എല്ലാരും വീട്ടിലുണ്ട്, ഞങ്ങളൊക്കെ ഇല്ലേ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ആദ്യം ശ്രീദേവിച്ചിയുടെ കാര്യം ഒന്ന് കഴിയട്ടെ, ദേവി ചേച്ചിയുടെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാന്ന് പറഞ്ഞു, അല്ലെങ്കിലേ ഇവിടുത്തെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് അലോക് മതില് ചാടുന്നേ, അലോകിനോട് അങ്ങോട്ടേക്ക് വരാനായിട്ട് സുഗന്യ സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗോമതി പുറത്തേക്ക് പോയിരിക്കുക, ഇത് തന്നെ പറ്റിയൊരു സമയം. അങ്ങനെ അലോകും മതില് ചാടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഗന്യ ജനലിന്റെ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, അലോകെ നീ ഫ്രണ്ട് വഴി വരില്ല, കാരണം ആരെങ്കിലും കണ്ടാലോ, ഒരു കാര്യം ചെയ്യാം, അടുക്കള വശത്തോടെ വന്നാൽ മതി, ഞാൻ അടുക്കള കഥവ് തുറന്നിടാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, സുഗന്യ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി, കാരണം മീനാക്ഷിയും ശ്രീദേവിയും കൂടെ മുറിയിലാണ്. അങ്ങനെ സുഗന്യ അടുക്കളയിലേക്ക് വന്നു. അടുക്കള കഥവ് പതുക്കെ തുറക്കണം. അപ്പോഴേക്കും മീനാക്ഷി എന്ത് ചെയ്തു, ശ്രീദേവി കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ആയിട്ട് അടുക്കളയ്ക്ക് വരുവാണ്. അപ്പൊ മീനാക്ഷി വരുന്നുണ്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് സുകന്യ ആ കഥ അങ്ങോട്ട് അടയ്ക്കുവാണ്. കഥ കടിച്ചു. അപ്പോഴേക്കും മീനാക്ഷി ഇങ്ങനെ നോക്കി വന്നു സുകന്യയെ, എന്തോ ഒരു കളലക്ഷണം പോലെ തോന്നി. അപ്പോഴേക്കും സുകന്യ ചോദിച്ചു, എന്താ മീനു എന്ന് ചോദിച്ചു. ഒന്നുമില്ല. സുകന്യേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ വെറുതെ കഥ ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ടപ്പോ ഒന്ന് അടയ്ക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, ശരിയെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ആ പ്ലേറ്റ് ഒക്കെ അവിടെ കഴി വെച്ചിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോയി. സുഗന്യ ആ സമയത്ത് അവിടെ നിന്ന് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോ വീണ്ടും വന്നു. അങ്ങനെ കഥവ് തുറന്നു കൊടുക്കുവാണ് അലോകിന് വേണ്ടിയിട്ട്. ഒടുവിൽ അലോക് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും സുഗന്യ അനുശ്രീയുടെ മുറി അതൊന്ന് കാണിച്ചു കൊടുക്കുവാണ്. പിന്നീട് അലോക് നേരെ അനുശ്രീയുടെ മുറിയിലേക്ക് ചെന്നു. ഈ സമയത്ത് അനുശ്രീ കഥ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മുറിയിലേക്ക് അലോക് കയറി വന്നുകൊണ്ടിരിച്ചപ്പോ അനുശ്രീ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് അലോക് പോയി എന്ത് ചെയ്തു, കഥ കുറ്റിയിടുവാണ്. അപ്പോഴേക്കും അനുസരിച്ച് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിന്നോട് മാപ്പ് പറയണം, എനിക്ക് മാപ്പ് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇനിയിപ്പോ അനുസരിച്ച് പറഞ്ഞു, ഇതേ മര്യാദയ്ക്ക് പോകാൻ നോക്ക്, എടി നീ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടും വേളം ഉണ്ടാക്കല്ലേ, ഇവിടെ ആരെങ്കിലും കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ ബുദ്ധിമുട്ട് അറിയാലോ,
മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനുസരിച്ച് പറഞ്ഞു, പറ്റില്ല, നീ എൻ്റെ അമ്മയെ ഇല്ലാതാക്കാൻ നോക്കിയതാ, അപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നീ ഇനി ഒന്നും പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, നിന്റെ കാല് പിടിക്കാം അനു, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാന്ന് പറഞ്ഞല്ലോ, ഇനി അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. എന്ത് വേണം ചെയ്യാം, നീ എന്നോട് കോംപ്രമൈസ് ആയില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ല, മരിക്കത്തോളെന്ന് പറഞ്ഞു. അനുശ്രീ പറഞ്ഞു, നീ പോയി മരിച്ചോ, അതാ നല്ലതെന്നൊക്കെ പറഞ്ഞു. അനുമോൾക്ക് നല്ല ദേഷ്യം വരുന്നു. ഈ സമയത്ത് അലോകിനൊരു കാര്യം മനസ്സിലായി, അനുശ്രീ എന്താണെങ്കിലും അന്വേഷിക്കാനുള്ള ലക്ഷണമില്ല, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. സുകന്യേച്ചി പറഞ്ഞ പോലെ ഈ വീട്ടിലുള്ള എല്ലാം അറിയണം, നാട്ടിലുള്ള എല്ലാവരും അറിയണം, താനും ഇവളും തമ്മിൽ അടുപ്പത്തിലാന്ന്. തന്നെ ഇവളെ മുറി വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്റെ ഇവളുടെ വിവാഹം നടത്തി തരാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം പിന്നെ ഇവൾക്കൊരു നല്ല ആലോചനയൊന്നും വരത്തില്ല, നാട്ടുകാർ മൊത്തം അറിയുകയും ചെയ്യുമല്ലോ. ഈ സമയം സുകന്യ ഇങ്ങനെ പുറത്ത് അക്ഷമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അകത്ത് എങ്ങനെയായി എന്തായെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇനി അനുശ്രീ എതിർക്കുമോന്ന് അറിയത്തില്ല. അലോകിനെ എതിർക്കുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായത് എനിക്ക്. അങ്ങനെയാണ് ദേവമംഗലംകാർ മുഴുവൻ നാണം കെടാൻ പോകുന്നുള്ളൂ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അനുശ്രീ ടെൻഷനോടുകൂടി അലോകിനോട് പറഞ്ഞു, അലോകൻ നീ പോകാൻ നോക്കാൻ പറഞ്ഞ് അലോകിനെ പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ അലോക് പോകാൻ കൂട്ടാക്കില്ല. അപ്പോഴാണ് സുകന്യ വന്ന് കഥയെ മുട്ടുന്നത്. അനുശ്രീ ഞെട്ടിപ്പോയി, ആരോ കഥയെ മുട്ടുന്നുണ്ടല്ലോ. പിന്നീട് സുകന്യ പറഞ്ഞു, അനുമോളെ ഇതെന്താ കഥ കൂട്ടിയിട്ടിരിക്കുക ഞാനാന്ന് പറഞ്ഞു. സുകന്യാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അനുശ്രീക്ക് ഒരു സമാധാനമായി. അങ്ങനെ സുകന്യ മുറിയിലേക്ക് കയറി വന്നു. അലോകിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നീ എന്താടാ, നിന്നോട് ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറഞ്ഞാലേ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല സുകന്യേച്ചി, അതുകൊണ്ടാണ് ഞാൻ ഇവളെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നേ. എടാ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവെന്ന് പറഞ്ഞു. ദേ ഇവള് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, എടാ അങ്ങനെ വാശി പിടിച്ചു വന്നിട്ട് കാര്യമില്ല. ദേ ബാലേണ്ണോ ഗോമതി ചേച്ചി അങ്ങനെ വന്നാല് ഗോമതി ചേച്ചി കടയിലേക്ക് അങ്ങോട്ട് പോയേക്കുക, ഇപ്പൊ തന്നെ വരൂന്ന് പറഞ്ഞു. ആരൊക്കെ വേണേലും വന്നോട്ടെ, പക്ഷേ എങ്കില് ഇവളെന്നോട് മാപ്പ് പറയില്ല, അല്ല ഇവളെന്നോട് ക്ഷമിച്ചു എന്ന് പറയില്ല, അല്ലാതെ ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. അനുസരിച്ച് പറഞ്ഞു, സുകന്യേച്ചി ഞാന് ഇവനോട് കുറെ പറഞ്ഞതാ, പക്ഷെ ഇവൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അവനൊരു അബദ്ധം പറ്റിയതായിരിക്കില്ലേ അനു, നീ അങ്ങ് ക്ഷമിച്ചുകളാ, ഇനി അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവനോട് ഞാൻ ക്ഷമിക്കണമല്ലേ, എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ട് ഇവനോട് ഞാൻ ക്ഷമിക്കണമല്ലേ, ഇനി ഇവനോട് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുവിന്റെ കാലിലേക്ക് വീഴണം അലോക്, നീ എന്നോട് ക്ഷമിക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്. അനുസരിച്ച് ഇത് വല്ലാത്ത നാശമായല്ലോ, അമ്മ വരുന്നതിനിപ്പുറം പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത്. ഗോമതിയുടെ ശബ്ദം സുകന്യയും അനുസരിയും കേട്ടു. സുകന്യ ഒന്നും ഞെട്ടിപ്പോയി, ഗോമതി ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. ശ്രീദേവിക്കുള്ള കുറച്ച് അങ്ങാടിമരുന്നൊക്കെ മേടിക്കാണ്ട് ഗോമതി പോയതായിരുന്നു. അങ്ങനെ വന്നിട്ട് ശ്രീദേവിയെ വിളിക്കുകയാണ്. ദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ മരുന്നുകളെല്ലാം കിട്ടിയില്ല, 1-2 ഇടകൾ കിട്ടാനുണ്ട്, അത് ബാലേട്ടൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ദേവിയുടെ ആഹാരം കഴിച്ചോന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മീനും അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ദേവി ചേച്ചി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എന്താളും ഞാൻ കഴിപ്പിച്ചെന്ന് പറഞ്ഞു. അല്ല അനുമോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അനുമോള് മുറിയിലുണ്ട്. മുറിയിലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി പെട്ടെന്ന് അനുമോളുടെ അടുത്തേക്ക് അങ്ങോട്ട് വരാനൊരുങ്ങുകയാണ്. ആ സമയത്ത് ഒരു നിമിഷം ഞെട്ടിപ്പോയി സുകന്യ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങോട്ടെങ്ങാനും ഗോമതി ചേച്ചി വന്നാൽ തങ്ങൾ 3 പേരെ ഈ മുറി വെച്ച് പിടിച്ച അതോടുകൂടി പ്രശ്നം ഗുരുതരമാവുമെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ ഗോമതി അങ്ങോട്ട് വന്ന് മുറിയിൽ തട്ടുവാണ്, കഥയെ തട്ടുവാണ്. അനുമോളെ കഥ തുറക്കാൻ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അനു ഞെട്ടിപ്പോയി. അമ്മയാണ് കഥ തുറന്നാ പ്രശ്നമോ, തുറന്നില്ലേലും പ്രശ്നമാവും. അലോക് മുറിക്കാത്തുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ. എന്താളും ഒരു കാര്യം ഉറപ്പായി, ഗോമതി മുറി കയറും. കഥ തുറക്കാതിരിക്കാൻ പറ്റില്ലോ. സുകന്യ പോയി കഥ തുറന്നു കൊടുക്കും. ഗോമതി മുറി കയറി കഴിയുമ്പോഴത്തേനും അലോക് ഗോമതിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഒടുവില് അലോകിനോട് നല്ല തലക്കിട്ട് നല്ല അടി തന്നെ കിട്ടുന്നുണ്ട്. മിക്കവാറും അവന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.